ഹായ്. ഹായ്. ആരും വന്നില്ല. ഹായ്. ആരോ വന്നല്ലോ. ജയശ്രീ ഹായ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ പറയണേ. എല്ലാവരും വരൂ വരൂ. ഹായ്. രാജ ഹായ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറയണേ ആരെങ്കിലും ഒരാള്. ജയശ്രീ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയണേ. നമ്മുടെ തേനീച്ചക്കൂട്ടത്തിനൊന്ന് ഇളക്കി വിടു. വന്നിട്ട് രാജ വിമിത എന്റെ നന്ദേ. താങ്ക് യു വിമി. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറയൂ. കേൾക്കാൻ പറ്റുന്നുണ്ടോ പറയണേ. ഹായ് സാഹിയ. അയാൾ ആരും അത് പറയുന്നില്ല. ഓഡിബിൾ ആണോ എന്ന് പറയണേ ഫസ്റ്റ്. കേൾക്കാം. ഓക്കെ സിൽവി താങ്ക് യു. ദീപിക അജിത് ഹായ്. കേൾക്കാം 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 കാണണം. അപ്പോൾ കടന്നു വരൂ. മറ്റുള്ളവരടുത്തൊക്കെ വേഗം കടന്നു വരാൻ പറയൂ. മടി കൂടാതെ കടന്നു വരൂ. ഇത് നമ്മുടെ വേദിയാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും വേദി, കൂട്ടക്ഷരങ്ങളിലുള്ള ഓരോരുത്തരുടെയും വേദി. ദീപിക ഞാൻ എനിക്കൊന്ന് ലഞ്ചിന് പോകണത് കഴിഞ്ഞിട്ട്, അതുകൊണ്ട് ഒന്ന് സാധാരണ ഇതിൽ നിന്നൊന്ന് മാറി. താങ്ക് യു. എനിവേ സാറ്റർഡേ അല്ലേ, വീക്കെൻഡ് അല്ലേ, അപ്പോൾ ഒന്ന് പുറത്തു പോകേണ്ട കാര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് നമ്മളുടെ വേദിയാണ്. അപ്പൊ കടന്നു വരാൻ മടിക്കണ്ടെന്ന് എല്ലാവരോടും, കൂട്ടുകാരോടൊക്കെ ഒന്ന് പറയണേ, ഇങ്ങോട്ട് വരാൻ മടി വേണ്ടെന്ന്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, അതൊന്ന് ഓർമ്മപ്പെടുത്തണം. ലാസ്റ്റ് ഒന്ന് പറയാം, നമുക്ക് ഒന്ന് ആരെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. കുറച്ചുപേര് കൂടി വന്നിട്ട് തുടങ്ങാം അല്ലേ. നല്ല വേർപ്പ്, ഭയങ്കര ചൂടാ അവിടെയൊക്കെ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തുടങ്ങാം അല്ലേ. ആരെങ്കിലും 2-3 പേര് കൂടി വന്നിട്ട് തുടങ്ങാം അല്ലേ. എന്താ വേണ്ട? ഓക്കെ അല്ലേ നിങ്ങൾക്കൊക്കെ? സുഹൃത്തുക്കളെ വേഗം വരണേ. ജയശ്രീ സുനന്ദേച്ചി താങ്ക് യു. ജയശ്രീ ഇന്ന് വന്നല്ല. ഹായ്. എന്താണ് മോയാണോ? രാജിത് ഹായ്. വന്നതിൽ സന്തോഷം. താങ്ക് യു. ഇടയ്ക്ക് സ്ലോ കണക്ഷൻ കാണിക്കുന്നുണ്ട്. ഇന്നലെ ആരിവിടെ നന്ദയ്ക്ക് AC ഇട്ട് കൊടുക്കും. ഓണാണ് സത്യത്തില്, എന്നിട്ടും ചൂടാണ്. അതാണ് ഇവിടെ പ്രശ്നം. ഞാൻ താഴ്ത്തിരുന്നു പോയി, അതാണ് ഏറ്റവും തെറ്റായി പോയത്. ഹായ് നിഷിബ ഹായ്. അപ്പൊ ഓരോരുത്തരെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. ഇന്ന് ഞാൻ നിങ്ങൾ ആരെങ്കിലും പ്രിസ്ക്രിപ്ഷൻ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഗൂഗിൾ അമ്മായിക്ക് ഇന്ന് റെസ്റ്റ്. നമ്മൾ ആരും ഇന്ന് ഗൂഗിൾ തൊടേണ്ട ആവശ്യമില്ല. ഗൂഗിൾ തൊടാണ്ട് തന്നെ, അല്ലെങ്കിൽ ആ AC നന്ദിയുടെ തലയിലിടും. ഒന്ന് വാങ്ങിച്ചതാ, അങ്ങനത്തെ ഒരു AC വാങ്ങിച്ചതാ അജിത്ത്. നോ ഇഷ്യൂസ്, ഞാൻ റെഡിയാണ് വാങ്ങാൻ. കൈ നീട്ടി വാങ്ങാൻ ഞാൻ റെഡി. നിങ്ങൾ റെഡിയാ? അപ്പോ ഇന്നത്തെ ഇത് ഇന്നത്തെ ഗൂഗിൾ അമ്മായിക്ക് ഇന്ന് കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. നമ്മൾ ആരും എവിടെയും പോയിട്ട് അതെന്താണ് ഇതെന്താണ് ഒന്നും നോക്കണ്ട. എല്ലാവരും ഇങ്ങോട്ട് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഉത്തരം പറയാം. ഞാൻ ഉരിയാടില്ല, നിങ്ങൾ ഉത്തരം പറയണം. അതാണ് ഇന്നത്തെ സംഭവം. എന്തായിരിക്കും ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഈസി അല്ലേ അത് പറയാനും. ഞാൻ ഉരിയാടില്ല, നിങ്ങൾ ഉത്തരം പറയണം. എന്തായിരിക്കും പറയൂ. മെസ്സേജ് വല്ലതും വന്നോ? ഇല്ല.
ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിക്കൂ. ഇന്നത്തെ ക്വിസാണേ. എന്നെ നോക്കൂ, എന്നെ തന്നെ നോക്കൂ. നോക്കുന്നുണ്ട്, എന്നെ തന്നെ നോക്കുന്നുണ്ട്. ഇപ്പൊ ഇത് പറയൂ, ഇതിനുള്ള ഉത്തരം ആരെങ്കിലും ഒന്ന് പറയൂ. ദംഷറാസ്, യാ സൂപ്പർ. അജിത് കറക്റ്റ്. ദംഷാസ് ആംഗ്യപ്പാട്ടല്ല, പാട്ട്. ഞാൻ വന്നാൽ വിമിത നീ മനസ്സിലാക്കണം, അത് പാട്ടായിരിക്കില്ല ഒരിക്കലും. പാട്ട് കേൾക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ, പാട്ടുമായിട്ട് ഞാൻ വരില്ല. ഇവരെ പറയും, ഇന്നലെ സിൽവി പറഞ്ഞ പറയും വിന്യാസ് ഇതൊന്നായിട്ട് നമ്മൾ വരില്ല. അപ്പൊ അജിത് പറഞ്ഞതാണ് കറക്റ്റ്, ദംഷാസ് ആണ്. നമ്മൾ സാധാരണ ദംഷാസ് കളിക്കുമ്പോൾ ഒരുപാട് റൂൾസ് ഒക്കെ ഉണ്ട് നമുക്ക്, ലൈക്ക് ലാംഗ്വേജസിനോ ഇങ്ങനെ സൈൻ അങ്ങനെ സൈൻ ഒക്കെ. പക്ഷെ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ പരിപാടി ചെയ്യുന്നത് തന്നെ. ഗിന്നസ് റെക്കോർഡിനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പോൾ ദംഷാസ് നമ്മൾ ഇവിടെ ഓൺലൈനിൽ കളിക്കുന്നതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുള്ളൂ. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. രംഗണ്ണൻ വെട്ടിയതുപോലെ വെട്ടരുത്. എന്താ വെട്ടുന്നപ്പാ? അപ്പോ ഇന്ന് കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾസ് ഒന്നും ഇല്ല അങ്ങനെ. സിനിമ പേര് പറയൽ, അതെ, മഞ്ജു വിഷ്ണു സിനിമ പേര് തന്നെയാണ്, മലയാളം പേരുകൾ തന്നെ ആയിരിക്കും. ഇപ്പൊ ഒറ്റവാക്ക് അറിയാലോ എല്ലാവർക്കും, ഒരുവിധം ദംഷാസിന്റെ റൂൾസ് ഒക്കെ അറിയായിരിക്കും. ഒറ്റവാക്കാണെങ്കിൽ ഇങ്ങനെ പറയും, 2, 3 അങ്ങനെ പറയും. പിന്നെ ഒരു വാക്കിന്റെ ആദ്യ പകുതിയാണെന്ന് വെച്ചാൽ കാണിക്കാൻ പറ്റുമോ? ഇങ്ങനെ കാണിക്കാം അല്ലെ? ഇങ്ങനെ കാണിക്കാം. ഞാൻ ട്രൈ ചെയ്യാം. ഇടയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, കിട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ചു. അതൊക്കെയാണ്. അപ്പൊ ഞാൻ തുടങ്ങാൻ പോവാണേ. ഇനി വന്നിട്ടില്ല. എവിടെ നമ്മൾ മറ്റു ആൾക്കാരൊക്കെ എവിടെ? എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് ഇടയിൽ ഒരു ചെറിയ സംശയമുണ്ട്. ലൈക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നുണ്ട്. സത്യമായിട്ടും ചോർച്ചയില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാനിപ്പോ നടത്തിയല്ലോ രണ്ടാമത്തെ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയില്ല. എന്നാലും എനിക്ക് നിങ്ങളാണല്ലോ പ്രധാനം. അപ്പൊ ഞാൻ ഇന്നൊരു സൂത്രം പറ്റിച്ചു. ജയശ്രീ, അവിടെ കൂട്ടക്ഷര സർക്കിൾ ഗ്രൂപ്പിലെ എന്തോ പ്രശ്നമുണ്ട്, ഒന്ന് പോയി നോക്കിയിട്ട് വന്നോളൂ കേട്ടോ. പവിത്ര വന്നിട്ടില്ലല്ലോ. വന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഒന്ന് പോയി നോക്കിയിട്ട് വരും. എനിക്ക് ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ എന്താ വെച്ചാല്, ഞാൻ ഇന്ന് അവര് രണ്ടാൾക്കും ഒരു തൊപ്പി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ജയശ്രീക്കും പവിത്രയ്ക്കും. ആ തൊപ്പി ഇട്ടിട്ട് അവിടെ മിണ്ടാണ്ടിരിക്കുക. അമ്പയർ എന്നൊക്കെ ഞാൻ പറഞ്ഞു അവരോട്. പക്ഷെ ചുമ്മാ അവര് ഉത്തരം പറയാണ്ടിരിക്കാൻ ഞാൻ കളിച്ചൊരു ഗെയിമാണ്. ചെമ്മീനിന് ശേഷം സിനിമ കാണാത്ത ഇവരോട് ആവേശം സിനിമയെ പറ്റി പറഞ്ഞ എനിക്ക് ഇത് ഞാൻ ഇനി സാറ്റർഡേ വെക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചാലോ എന്നുണ്ട്. ഓക്കെ, ഇരിക്കൂ. പോയത് അങ്ങനെ ആരും പോവില്ല. ജയശ്രീ ജോൺ, അങ്ങനെ ജയശ്രീ ജോൺ അല്ല, എന്തോ ഉണ്ട് അവിടെ, എന്തോ ഒരു സംഭവം ഉണ്ട്. കൂട്ടക്ഷരങ്ങൾ സർക്കിൾ ഗ്രൂപ്പിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. അതൊന്ന് പോയി കണ്ടിട്ട് വരൂ, നോക്കിയിട്ട് വരൂ. അപ്പൊ ഞാൻ കൂട്ടുകാരെ നിങ്ങളോട് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ജയശ്രീക്കും പവിത്രയ്ക്കും ഓരോ തൊപ്പി വാങ്ങിക്കൊടുത്തിട്ട് അമ്പയർ പണി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ക്രീനിൽ ആരാണ് ആദ്യം ഉത്തരം പറയുന്നതെന്ന് അവരോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തീരുമാനം ഞാനേ എടുക്കൂ. ആ രഹസ്യം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് കളിയിലേക്ക് പോകാം. സിനിമാ പേരുകൾ ഞാൻ ആക്ഷനിലൂടെ കാണിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ പറയണം. അതാണ് നമ്മളുടെ ഇന്നത്തെ ഗെയിം. ഓക്കെ, ഞാൻ തുടങ്ങാൻ പോവാണ്. ആദ്യത്തെ സിനിമ നമ്മളെ കൾച്ചർ പ്രകാരം തുടങ്ങുന്നതാണല്ലോ അതിന്റെയൊക്കെ ഒരു ശരി. അപ്പോൾ ഞാൻ തുടങ്ങാണേ. കാണാൻ പറ്റുണ്ടോന്നൊന്നും അറിയില്ല. ഇതാണ് ആക്ഷൻ. ഈ സിനിമ വളരെ പോപ്പുലർ സിനിമയാണ്, നമ്മളെല്ലാരും കണ്ടിട്ടുള്ള സിനിമയാണ്. ആ സിനിമ ഇന്നത്തെ കാലത്ത് എടുക്കുകയാണെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് മാറ്റേണ്ടി വരും. അതൊരു ക്ലൂ മാത്രം എനിക്ക് തരാൻ പറ്റും. അപ്പോ മിണ്ടാതെ ഉരിയാട്. ഞാൻ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓരോ കമന്റും വായിക്കുന്നതായിരിക്കും. എന്നിട്ട് വരണം. അജിത് വല്ലോളി ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ദീപിക അജിത് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പവിത്ര ഉണ്ണി തൊപ്പിയിട്ടിട്ട് ഇരിക്കാൻ പറഞ്ഞു. കേട്ടില്ല അല്ലേ മാഡം? പവിത്ര കിലുക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈശാഖ് ജയ്, ഹായ് വൈശാഖ്. വന്ദനം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. സിൽവി വന്ദനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീദേവി നമ്പ്യാർ വന്ദനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ ആക്ഷൻ സക്സസ്. അപ്പൊ അജിത് വല്ലോളിയാണ് ഇന്നത്തെ ആദ്യത്തെ പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നത് എന്റെ സ്ക്രീനിൽ വന്ന പ്രകാരം. ഓക്കെ, ഞാൻ അജിത്തിന് 1 പോയിന്റ് കൊടുക്കുന്നു. ഓക്കെ, അടുത്ത ഇത് ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് മനസ്സിലായോ? 3 ഇതെന്താന്ന് പറയും. ഇതും വളരെ പോപ്പുലർ സിനിമയാണ്. യെസ്, സാഹിയാർ അത് വന്ദനം തന്നെയാണ്. ഇപ്പൊ അതിനുശേഷം വേറൊന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാണിക്കാൻ പറ്റുമെങ്കിൽ ദീപിക അജിത്ത് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അജിത് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിന്ദു രാജേഷ്, ഹായ് മിടുക്കി വന്നല്ലേ. ഓക്കെ, അങ്ങനെ ആരൊക്കെയാണ്? വൈശാഖ്
ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രാജ ഹായ്. മണിച്ചിത്രത്താഴ്, ഓക്കെ, മണിച്ചിത്രത്താഴ് തന്നെയാണ് ഉത്തരം. അപ്പൊ ആദ്യം പറഞ്ഞത് ദീപികയാണ്. ദീപികയ്ക്ക് ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട്. അമ്പയേഴ്സ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് പറയണേ. ഇനി എന്റെ ആക്ഷൻസ് കണ്ടിട്ട് എന്നെ കളിയാക്കരുത്. യെസ്, കറക്റ്റ്. സദാനന്ദ് കുമാർ മണിച്ചിത്രത്താഴ് തന്നെയാണ്. ശ്രീദേവി മണിച്ചിത്രത്താഴ് തന്നെയാണ് ഉത്തരം. ആദ്യം ദീപിക അജിത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, പോയിന്റ് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം അജിത്തൊക്കെ പറഞ്ഞു പൂട്ടും താക്കോലും. അയ്യടാ. പിന്നെ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് ഞാൻ വരുവാണേ. ഇത് കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. 3 വേർഡ്. ഇത് ഞാൻ പറയാൻ മറക്കുന്നു, സോറി. എന്തായിരിക്കും ഇത്? താക്കോലിട്ട് പൂട്ടി എന്താണ്? അതെ, കറക്റ്റ്. ഇതിന്റെ ഉത്തരം ഒന്ന് പറയാൻ ശ്രമിക്കൂ. എനിക്ക് ആരാണ് പറയുന്നതെന്ന് അറിയണം. റംസീന ഹായ്, താങ്ക് യു, താങ്ക്സ് ഫോർ കമ്മിങ്. ദീപിക അജിത്ത് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിന്ദു രാജേഷ് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വിമിത ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണ്, ഉത്തരങ്ങൾ കറക്റ്റ് ആണ്. പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി തന്നെയാണ്. ദീപിക അജിത്താണ് ഇപ്പോഴും ഉത്തരം കറക്റ്റായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദീപിക അജിത്തിന് ഒരു പോയിന്റ് കൂടെ കൊടുത്തിരിക്കുന്നു. വല്ലോലി, നെറ്റ് സ്ലോ ആണോ? എന്താണ് വിമി, നെറ്റ് സ്ലോ ആണോ? സിൽവി, നിങ്ങളുടെയൊക്കെ നെറ്റ് സ്ലോ ആണോ? റിഫ്രഷ് ചെയ്യൂ. റംസീന ഹായ് ചേച്ചി, ഹായ് റംസീന. നിഷിബ പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. താങ്ക് യു. ഇത്ര വേഗം പറഞ്ഞാലേ അരമണിക്കൂറിനുള്ളിൽ സംഭവം കഴിയും. ഞാൻ എന്താ ചെയ്യാ? അപ്പോ പിന്നെ എന്താ ചെയ്യും എനിക്കറിയില്ല. അടുത്തത് എന്താണ്? അടുത്ത ഹായ് സുരാജ് തരൂർ, നീ എന്തിനാ വന്നേ? എന്റെ ബ്രദറാണ്. അമ്മയ്ക്ക് കാണിക്കല്ലേ അനിയാ. ശരി, മിണ്ടാതിരിക്കണം, കുടുംബകലഹം ഉണ്ടാക്കരുത് കേട്ടോ. അടുത്തത് പറയാൻ പോവാണേ. ഓക്കെ, ഇത് ഞാൻ ചിലപ്പോ വായോണ്ട് പറയുന്നുണ്ടാവും, അതുകൊണ്ട് കൂടി ബാക്കി സമയം ഒരു ഡാൻസ് ചെയ്തുകൊണ്ടാണല്ലോ ഞാൻ ഇത് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഇതാക്കാം. ഓക്കെ, ഇതിന് ഞാനൊരു 1ാം രാഗം പാടിയല്ല. സിൽവി ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. തങ്കം ഹായ്. തങ്കം എവിടെയാണ്? ഇത് കാണാറില്ലല്ലോ. നാട്ടിലാണോ? വിളിക്കാട്ടോ, ഞാൻ കുറെ ദിവസം മറന്നു ഇരിക്കുകയായിരുന്നു, വിളിക്കാം. സിൽവി ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മഞ്ജു വിഷ്ണു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കാക്കക്കോയിൽ തന്നെയാണ് കറക്റ്റ് ഉത്തരം. സിൽവി മൈക്കൽ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. അങ്ങനെ എല്ലാവരും ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് ടൈ ബ്രേക്കർ വെക്കണം, അതാണ് എന്റെ ആഗ്രഹം. അല്ലാണ്ട് അങ്ങനെ പെട്ടെന്ന് ഞാൻ പ്രൈസ് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, മിണ്ടാൻ വയ്യ. KPSC ലളിത കറക്റ്റ്. കാക്കക്കോയിൽ, അർജുന കാക്കക്കോയിലാണ് ഉത്തരം കേട്ടോ. നിരീക്ഷണ സിംഹമേ, ആരാണത്? ആരെയാണ് പറയുന്നത് നിരീക്ഷണ സിംഹമേ എന്ന് അറിയില്ല. ആക്ഷൻ സോങ് ആണോ? അല്ല, ഞാനേ സിനിമാ പേരുകൾ പറയാണ്. സിനിമാ പേര് ദംഷറാസ് കളിക്കുകയാണ് ഇവിടെ ഓൺലൈനിൽ. നമ്മൾ കളിക്കുകയാണ് നിങ്ങളോടൊപ്പം. സിനിമാ പേരുകളാണ് പറയുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു സംസാരമൊക്കെ വേണ്ടി വരും ഓൺലൈൻ ആയതുകൊണ്ട്. എന്താ ഭാഷയൊക്കെ ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ. പിന്നെ അടുത്ത നോക്കട്ടെ എന്താണെന്ന്. ഇത് എനിക്ക് അറിയില്ല എത്രത്തോളം ശരിയാവുന്ന. ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് ഈ കാണിക്കുന്നത് നമ്പർ ഓഫ് വേർഡ്സ് ആണ്. നമ്പർ ഓഫ് വേർഡ്സിന്റെ മൂവിയിലുള്ള നമ്പർ ഓഫ് വേർഡ്സ് ആണ് ഞാൻ കാണിക്കുന്നത്. ചുമ്മാ ചിരിക്കല്ലേ? ആരോടാ? എന്നോടാണോ? ഞാൻ ചിരിക്കും. അല്ലെങ്കിൽ ഇത് ചിലപ്പോ 3 ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതെന്താന്ന് പറയാൻ പറ്റുന്നുണ്ടോ? റെക്കോർഡ് നമ്പർ ഓഫ് പീപ്പിൾ വാച്ചിങ് ലൈവ് 37. വെരി ഗുഡ്, ദാറ്റ്സ് ഗുഡ്, വെരി ഗുഡ്. ഇഷ്ടമാണ് 100 വട്ടം. ഇഷ്ടമാണ് 100 വട്ടം സിനിമ ഉണ്ടോ? എനിക്കറിയില്ല. അതല്ല, ഇതിപ്പോ ഞാനേ അന്ന് പറഞ്ഞ മാതിരി ഞാൻ എഴുതിയത് ഇതല്ലാന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഒന്നുകൂടി ഞാൻ കാണിക്കാം.
ഹൃദയം ഒരു ക്ഷേത്രം അല്ല. സുനന്ദിച്ച് പിന്നെ ആരാന്ന വിചാരം, എന്തിനാന്ന് അറിയില്ല ഈശ്വര, എനിക്ക് ചിലതൊന്നും കാണുന്നില്ല. പടച്ചോനെ, പിന്നെ പടച്ചോനെ എന്താ ഇതൊക്കെ. അങ്ങനെ നമ്മൾ പുതിയ പുതിയ സംഭവം. സ്നേഹക്കൂടാരം എന്ന് നിശിവ പറഞ്ഞിട്ടുണ്ട്, അല്ല. ഹൃദയം ഒരു ദേവാലയം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ല. അത് കുറച്ച് ചിലപ്പം ടഫ് ആവാനൊരു ചാൻസ് ഉണ്ട്. അതാണ് ഞാനും ആലോചിക്കുന്നത്. എന്താ ആലോചിക്കുന്നത് അത് പറയൂ. ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം, ശ്രദ്ധിക്കൂ. ഇത് കുറച്ച് ഞാൻ എന്റെ ആക്ഷൻ എനിക്ക് ഇത്രേ പറ്റുന്നുള്ളൂ, അതാണ്. മഴവിൽ കൂടാരമല്ല. ഇത് ഞാൻ നമ്മൾ ഡയറക്റ്റ് പേരെടുക്കാണ്ട് ഇതിങ്ങനെ ഡയറക്റ്റ് പേരെടുക്കാണ്ട് ഇതെടുത്ത് നോക്കൂ. ഈ സെക്കൻഡ് എടുത്ത് നോക്കൂ. ടോൾ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് വരുന്ന സാധനം എന്തായിരിക്കും ഒന്ന് ആലോചിക്കൂ. അതാണ് അതിന്റെ ഉത്തരമാണ് റംസീന ഞാൻ ആ ചുണ്ടുകൊണ്ട് കാണിച്ചത്. അതിന്റെ ഉത്തരത്തിൽ അതും കിടക്കുന്നുണ്ട്. ഇവിടെ എന്റെ ബ്രദർ കാണുന്നുണ്ട്. അതാണ് സ്നേഹവീടല്ല ബിന്ദു, സ്നേഹവീടല്ല, പ്രണയ വെച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് കാശ് പോയാലും കുഴപ്പമില്ല. ഞാനിതൊരു ISD കോൾ വിളിക്കുന്നതാണ് ഉറപ്പായിട്ടും. മാനത്തെ കൊട്ടാരം അല്ല, പ്രണയവർണ്ണങ്ങൾ അല്ല. നിങ്ങളെ ദീപിക അജിത് പറഞ്ഞിരിക്കുന്നു അനുരാഗ കരിക്കിൻ വെള്ളം. സൂപ്പർ. ഇതെന്റെ ആക്ഷൻ പോക്കായതുകൊണ്ടായിരിക്കും നിങ്ങൾ പറയാൻ വൈകിയത്. എന്നാലും ഞാൻ പറയുന്നു, സമ്മാനം കൊടുത്തിരിക്കുന്നു അനുരാഗ കരിക്കിൻ വെള്ളം, ദീപിക അജിത് പാൻ. ദീപിക അജിത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 3 പോയിന്റോട് ദീപിക അജിത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് കോമ്പറ്റീഷൻ വേണം, ടഫ് കോമ്പറ്റീഷൻ വേണം. ഓക്കെ, അനുരാഗക്കാർക്ക് എന്റെ പോലും എന്താ ചെയ്യാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണ്ടേ. അടുത്തത് ഞാൻ കാണിച്ചു തരാം. കാല് മേലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞ ലാപ്ടോപ്പിൽ ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. കാണുന്നുണ്ടോന്നറിയില്ല. ഗംഭീര ഇരിപ്പാണ്. അതിന് പോയിന്റ് പോരാ, ഒന്ന് പൊന്നാട കൊടുക്കണം. കറക്റ്റ്, സത്യമാണ് അജിത്. അതിനൊരു പൊന്നാട കൊടുക്കണം. കറക്റ്റ് ആണ്, അതിനൊരു പൊന്നാട തന്നെ കൊടുക്കണം. എന്നാലും ആ കഴിക്കും. അതാണ് കുടിച്ചത് കുട്ടിയെ ഞാന്. അംഗങ്ങളൊന്നും തീരെ വെച്ചിട്ടുണ്ട്. ഇതിനും ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ബാംഗ്ലൂർ പെട്ടെന്ന് വിളിക്കും. ഇത് വെച്ചു. അജിത്ത് ഉത്തരം പറഞ്ഞിരിക്കുന്നു രാജാവിന്റെ മകൻ. കറക്റ്റ്. കണ്ടോ, ആംഗ്യങ്ങളൊക്കെ കറക്റ്റ് ആണ് മോളെ. അജിത്ത് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കൊച്ചു നമ്പ്രാനൊക്കെ ഉത്തരം സിൽവി പറഞ്ഞിരിക്കുന്നു. ദീപിക അജിത്ത് രാജാവിന്റെ മകൻ. അജിത്ത് ആദ്യം പറഞ്ഞു കേട്ടോ. നിഷിബ രാജാവിന്റെ മകൻ കറക്റ്റാണ്. സാഹി ആവേശമല്ല. അതൊന്നും എല്ലാം ഒന്നും എനിക്ക് അങ്ങനെ നമുക്ക് ഓൺലൈനിൽ ഇതിങ്ങനെ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അജിത്താണ് കറക്റ്റ് ഉത്തരം പറഞ്ഞത്. അപ്പൊ അജിത്തിന് ഒരു പോയിന്റ്. ഇപ്പൊ കുറച്ച് 3 ദീപിക അജിത്ത്. അവിടെ അജിത്ത് എന്നൊരു കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോ നിങ്ങൾ. ദീപിക അജിത്ത് 3 പോയിന്റും അജിത് വല്ലവലിയും 2 പോയിന്റുമായിട്ട് മുന്നേറി കഴിക്കുന്നത്. സിൽവി മൈക്കിൾ ഒരു പോയിന്റ്. ഓക്കെ, ഞാൻ കൊണ്ടുപോയി. എന്താ കൊണ്ടുപോയെന്ന് അറിയില്ല. ഞാൻ തന്നാലല്ലേ നീ കൊണ്ടുപോകുള്ളൂ. അടുത്തത് ഞാൻ പറയാം. രാജാവ് തലവെട്ടും. വെട്ടാൻ വരുമ്പോ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുമല്ലോ അവർക്ക്. അടുത്തത് കിരീടം പോലും ഇല്ലാത്ത രാജാവ്. അതെ, അജിത്തിന്റെ ചോദ്യം നെവർ, ഞാൻ അങ്ങനെ കൊടുക്കില്ല. ഒരൊറ്റ ആൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അമ്പയറിനെയും അവരെയും കൂടി സൈഡിലിട്ടിരിക്കുന്നത്. ഇല്ല. ഞാൻ അജിത്ത് അല്ലോളി ചോദ്യം ന്യായമാണ്, ഉത്തരം പറഞ്ഞു കൊടുക്കുക. എന്താണ് ചോദ്യം? ഞാൻ കണ്ടിട്ടില്ല. രംഗൻ ചേട്ടനേക്കാൾ എന്താണ് പറയുന്നത്? രംഗനായ ചേട്ടനേക്കാളാണ് നന്ദേച്ചി. ആരാ പറഞ്ഞത്? ഞാൻ ശ്രദ്ധിച്ചില്ല, അപ്പോഴേക്കും പോയി. ഈ ഗെയിം അതാണ്. നിങ്ങൾ വരൂ, ദീപ വരും. നെക്സ്റ്റ് ടൈമിന് ഈ കളി നമുക്ക് കളിക്കാം. നമുക്കല്ല, ദീപയ്ക്ക് കളിക്കാം. ഞാൻ അതാണ് കുറച്ചു മുമ്പ് പറയണമെന്ന് ആഗ്രഹിച്ചത്. ഞങ്ങൾക്ക് ആക്ച്വലി പുതിയ ആൾക്കാർ, ഞങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കൂട്ടക്ഷരങ്ങൾ കേട്ടോ. ഞാൻ ജയശ്രീക്ക് പവിത്രയ്ക്ക് വേണ്ടി ഞാൻ പറയണു എന്നേ ഉള്ളൂ. പുതിയ ആൾക്കാർ വരണം, പുതുമുഖങ്ങളെ കാണണമെന്നാണ് കാണികളുടെ ആഗ്രഹം. കണ്ട മുഖങ്ങളെ കാണാൻ ആർക്കും ആഗ്രഹമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വരികയാണ്. അപ്പൊ ദീപ അടുത്ത ലൈവ് ചെയ്യുന്നത് ദീപയായിരിക്കും. ഓക്കെ, ജയശ്രീ പവിത്ര നോട്ടഡ്. ഇതിന്റെ ഞാൻ പറഞ്ഞോ? ഇത് പറഞ്ഞില്ലല്ലോ ആരും. ഇതിന് ഇത്രയൊക്കെ എനിക്ക് ആക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. രംഗൻ ചേട്ടൻ വെട്ടിയതുപോലെ വെട്ടും. ആരെ വെട്ടും പറയണം. ഇത് കിട്ടുന്നില്ല. ഇതെന്തൊക്കെ എന്താ കിട്ടാണ്ടിരിക്കാൻ?
ജുൽവ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വിവാഹിതരെ ഇതിലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. മീനത്തിൽ താലികെട്ട് എന്ന് സദാനന്ദ് കുമാർ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഫസ്റ്റ് ഓഫ് ഓൾ. ജൂല പറഞ്ഞിരിക്കുന്നു വിവാഹിതരെ ഇതിലേ എന്ന്. മീനത്തിൽ താലികെട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനിയും ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ വരട്ടെ, നമുക്ക് നോക്കാലോ. മാല തരൂ. റംസി, നെയ്യും കൂടിയോ ഇവരുടെ കൂടെ? നോ പ്ലീസ്. മാല തരൂ. വിവാഹിതരെ ജലജ നാരായണ. ഹായ് ജലജ. വിവാഹിതരെ ഇതിലേ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ എനിക്കൊരു ആരാ ആദ്യം പറഞ്ഞത്? ജൂല ഐ റിമെമ്പർ ഇറ്റ്. ജൂല പറഞ്ഞ ഉത്തരമാണ് കറക്റ്റ്. അത് ഞാൻ കുറെ നേരം പറഞ്ഞാൽ പിന്നെ അത് ആരാ പറഞ്ഞത് നമുക്ക് കൺഫ്യൂഷൻ ആവും. ജൂല പറഞ്ഞ ഉത്തരമാണ് കറക്റ്റ്. ജൂല ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. വിവാഹിതരെ ഇതിലേ അതാണ് ഞാൻ കാണിച്ച ആക്ഷൻ. മനസ്സിലായോ കുട്ടികളെ എല്ലാവർക്കും? രാജാവിന്റെ മകൻ കഴിഞ്ഞു. ദീപിക അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു. സോണി ഹായ്. നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ഞാന്. ഇത് നോക്കണേ. നമ്പർ ഓഫ് വേർഡ്സ്. ഓക്കെ, നോക്കട്ടെ ഇത് എങ്ങനെ പറയാൻ പറ്റും. ഇതിനേക്കാൾ നല്ലൊരു ആക്ഷൻ ഇതിന് കാണിക്കാൻ ആർക്കും പറ്റില്ല. 2 വേർഡ്സ് ആണ്. ഇനി സിനിമയുടെ പേരിന്റെ ആക്ഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നോക്കട്ടെ ഇതിന് ആരാ ഉത്തരം പറയാം. നോക്കട്ടെ ആരാ പറയാ. ആരാ കമന്റ്സ് വന്നിട്ടുണ്ടോ? കൊച്ചമ്പ്രാൻ രാജാവിന്റെ മകൻ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. രാജമാണിക്ക് മേദന പറഞ്ഞത്. അയ്യോ ഞാൻ കുറച്ച് കമന്റ്സ് കോഴിക്കുഞ്ഞെന്ന് ഇതിനോ പറഞ്ഞിട്ടുണ്ട്. അയ്യോ ഞാൻ കുറച്ച് കമന്റ്സ് വിട്ടുപോയിട്ടുണ്ടോ ഈശ്വര? നോക്കട്ടെ കമന്റ്സ്. ഒരുപാട് ജയശ്രീ പവിത്ര ഒന്ന് നോക്കണേ കമന്റ്സ്. ഞാൻ കുറച്ച് മേലേക്ക് പോയോ എന്താ സംഭവം എന്ന് അറിയുന്നില്ല എനിക്ക്. ഇതിന് ആരെങ്കിലും ഉത്തരം പറഞ്ഞെങ്കിൽ ഒന്ന് ജയശ്രീ ഒന്ന് എന്നോട് പറയണേ. ജയശ്രീ അല്ലെങ്കിൽ എന്താ വെച്ചാൽ എനിക്കിപ്പോ കാണുന്നത് ഇത്രയും എളുപ്പമുള്ള ചോദ്യങ്ങൾ മനസ്സിലാവില്ല. എനിക്ക് അത്രേ ബുദ്ധിയുള്ളൂ രമ്യ, അതുകൊണ്ടാണ്. ഇപ്പൊ എനിക്ക് ആ പഴയ കമന്റ്സ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് സംശയം എന്താണ് സംഭവിക്കുന്നത് എന്ന്. ഇവിടെ ആരോ ഒരു ഉത്തരം കണ്ടു ഞാൻ. സോണി തൊട്ക ഒരു ഉത്തരം കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കാൻ സാധ്യത ഉണ്ട്. ഏത് ചോദ്യത്തിന്റെ 10 തലയുള്ള പൈസക്കാരൻ. ഓക്കെ എനിക്ക് മനസ്സിലായി. വിവാഹിതരെ ഇതിലെ ഓക്കെ ഐ ഗോട്ട് ഇറ്റ്. ഇപ്പൊ ജയശ്രീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അജിത്ത് രാവണപ്രഭു കറക്റ്റ്. സൂപ്പർ അജിത്ത്. നല്ല കോമ്പറ്റീഷൻ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സമ്മാനങ്ങൾ അജിത്ത് തരുന്നതായിരിക്കും, ഉറപ്പാണത്. എന്നുവെച്ചാൽ നല്ല സ്നേഹമുള്ള കുട്ടിയാണ് അജിത്ത്. അതുകൊണ്ട് സമ്മാനം എനിക്ക് അജിത്തിന് സമ്മാനം കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് സമ്മാനം തരും. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ മത്സരിക്കാണ്ടിരിക്കണ്ട. നിങ്ങൾ നന്നായി മത്സരിച്ചോളൂ. എല്ലാവരും മത്സരിച്ചോളൂ കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അടുത്ത സിനിമ ഇത് രാവണപ്രഭു ആണ് കേട്ടോ. നമ്മൾ കുറച്ച് സമയം പോയതുകൊണ്ട് ഞാൻ ഇതിന് എല്ലാവരുടെ കമന്റ്സും വായിച്ചിട്ടില്ല. രതിമോളെ ഹലോ പറഞ്ഞ പോരാ. ഉത്തരം പറയണം. രാമ ഇതൊക്കെ പിന്നെയും അതുപോലെ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം വരും. ആദ്യമൊക്കെ തുടക്കത്തിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഓക്കെ എനിവേ ഞാൻ അടുത്തത് സിനിമ ആക്ഷൻ കാണിക്കാൻ പോവാണ്. 3 വേർഡ്സ്. ഓക്കെ, മൂന്ന് വേർഡ്. ഇതിനുള്ള ഉത്തരം എനിക്ക് വേണം. ഇത് എങ്ങനെയാ കണ്ടുപിടിക്കുന്ന ആരാ കൊടുത്തതെന്ന്. ഇതിന് സൈഡിൽ ഒരാളെ വെക്കണമല്ലേ നമുക്ക്? ജയശ്രീ അതിനുള്ള വഴി. പവിത്ര അതിന് എന്തെങ്കിലും ചെയ്തു തരണം കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഒരു അസിസ്റ്റൻസിനെ തരണേ. അടുത്ത് തൊട്ടടുത്തിരുന്നിട്ട് പറയണ മാതിരി. നിഷിബ ആരാണ് ആദ്യം പറഞ്ഞത് എന്നറിയില്ല. 10 തലയുള്ള രാവണപ്രഭു നിങ്ങൾ മേലേക്ക് പോയോ? ഇല്ല, മേലേക്കൊന്നും പോയില്ല. ഞാൻ അങ്ങനെ മരിച്ചിട്ടൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്.
രാവണപ്രഭു അല്ലേ ഇപ്പൊ കഴിഞ്ഞത്? രാവണപ്രഭു അങ്ക്യം കണ്ടപ്പോ അയ്യോ അതെ അജിത്തെ, ഒരു കമന്റ് വന്നാൽ പിന്നെ പെട്ടെന്ന് അതങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവും മേലേക്ക്. നമ്മൾ ചെയ്യുന്നതല്ല കണ്ടോ, പിന്നെ അത് പോയി. ഉത്തരങ്ങൾ ഇവിടെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ജയശ്രീ ഒന്ന് പവിത്ര ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ എനിക്ക്? ആരാണ് ഉത്തരം പറഞ്ഞത് എന്നുള്ളത് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു കരിക്കുണ്ടോ? എന്നാലും ആ കരിക്ക് ആ ഉത്തരങ്ങളൊക്കെയാണല്ലോ ഈശ്വര എനിക്ക് വരുന്നത്. സമയം കളയാൻ എനിക്ക് ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങും, എനിക്കും പുറത്തും പോകണം. അതാണ് അടുത്തത്. ജയശ്രീ ഒന്ന് പറയൂ ആരാ പറഞ്ഞതെന്ന്. ഈ സിനിമയുടെ പേര് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഉറങ്ങാത്ത വീട്. ഇത് ഞാൻ പറഞ്ഞിട്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആരാണ് കറക്റ്റ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരായിരിക്കും? വള്ളോളി, യെസ് വള്ളോളി വല്ല വെള്ളത്തിലും കഴിച്ച് വേണ്ട ഇരിക്കട്ടെ, എപ്പോഴെങ്കിലും ലീവ് ഉള്ളപ്പോഴല്ലേ വരുള്ളൂ. 10 നിലയുള്ള ജയശ്രീ എനിക്ക് ഹെൽപ്പ് ചെയ്യോ ജയശ്രീ? ഉത്തരം ഞാൻ ഒരാളുടെ പേര് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അയാൾക്ക് ഞാൻ പേര് കൊടുക്കുന്നതാണ്, അല്ല പ്രൈസ് കൊടുക്കും. അത് പക്ഷെ എനിക്ക് കാണുന്നില്ല. ആരെയും നമ്മൾ കാണാതെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു തെറ്റല്ലേ? യെസ്, അച്ഛനുറങ്ങാത്ത വീട്. അജിത്താണ് എന്റെ സ്ക്രീനിൽ ഫസ്റ്റ് ഞാൻ കണ്ടത്. അച്ഛനുറങ്ങാത്ത വീടെന്ന് പറഞ്ഞിരിക്കുന്നു. ദീപിക കുറച്ചും കൂടി കോമ്പറ്റീഷൻ ടൈറ്റ് ആക്കണം, നമ്മളെ ഇതാക്കണേ. അച്ഛനുറങ്ങാത്ത വീട് എന്ന് ഞാനിപ്പോ കണ്ടു. അജിത്തല്ലേ പറഞ്ഞത്? എന്റെ സ്ക്രീനിൽ അജിത്താണ് കേട്ടോ. അതായത് കമന്റ്സ് പോവാണ്, താഴത്തേക്ക് പോവാണ്, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ആ 4 വാക്ക്. ഇതൊന്ന് റിഫ്രഷ് ചെയ്യാൻ എന്തെങ്കിലും പറ്റുമോ? ഇതാണ്. ഇത് കണ്ടോ, ഇപ്പോഴും എനിക്ക് പഴയ കമന്റ്സ് ആണ് വരുന്നത്. അതാണ് എനിക്ക് പ്രശ്നം വരുന്നത്. ഇപ്പൊ എനിക്ക് വന്നിരിക്കുന്ന ഒരു കമന്റ് സുനന്ദ മഹേഷ് മഞ്ജു വിഷ്ണു ആണ്. ഏതിനാ ജയശ്രീ? മറ്റേ ഇതിനോ? അച്ഛനൊടുങ്ങാത്ത വീടിനാണോ മഞ്ജു വിഷ്ണു പറഞ്ഞു എന്ന് പറയുന്നത്? എനിക്കറിയില്ല. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാണ്. മഞ്ജു വിഷ്ണുവിന് ഞാൻ ഏതായാലും ഒരു പോയിന്റ് കൊടുക്കുന്നു. ഏതോ ഒന്നിന് നമ്മുടെ അമ്പയർ പറഞ്ഞ അവസ്ഥയ്ക്ക് അത് നമ്മൾ കേൾക്കണം എന്നുള്ളത് കൊണ്ട് ഒരു പോയിന്റ്, പ്രോത്സാഹന സമ്മാനം എന്ന പോലെ ഞാൻ കൊടുക്കുന്നു. ഞാൻ എന്തായാലും അജിത്തിന് കൊടുത്തുപോയി, കണ്ടതുകൊണ്ട് കൊടുത്തുപോയി. ഓക്കെ, അടുത്തത് ഓക്കെ 4 വാക്ക്, 4 ലെറ്റേഴ്സ്. ഓക്കെ, മൂന്ന്. ഇതിന് പറയൂ നോക്കട്ടെ. മഞ്ജു വിഷ്ണു ആണ്. ഓക്കെ, ഉത്തരം പറഞ്ഞത്. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. മഞ്ജുവിനും മഴത്തുള്ളി കിലുക്കമല്ല. ഇങ്ങനെ കണ്ട എനിക്ക് അറ്റ്ലീസ്റ്റ്. മഴത്തുള്ളി കിലുക്കമല്ല, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന് അജിത്ത് പറഞ്ഞിരിക്കുന്നു. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു തന്നെയാണ് ആൻസർ. യെസ്, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു. വിഷ്ണു വൈശാഖ് എന്താ ഇന്നും ഇങ്ങനെ ഒന്നും ആക്റ്റീവ് അല്ലാതെ? സിനിമകളൊന്നും കാണാറില്ല? പെട്ടെന്ന് ഒന്നുകൊണ്ട് ഉത്തരം വരുന്നില്ല. അജിത്തിന്റെ ഉത്തരമാണ് ഞാൻ കണ്ടത്. ഇപ്പൊ ഇത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നം വരും കേട്ടോ. ഞാൻ പാലക്കാടാണ് പറഞ്ഞിട്ട് അജിത്തിന് കൊടുത്തു എന്ന് പറയും. സത്യമായിട്ടല്ല, എന്റെ സ്ക്രീനിൽ കാണുന്നത് അജിത്തിന്റെ മെസ്സേജ് കണ്ടതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇനിയിപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് വരരുത് ദയവേതാരും. എവിടെ നമ്മൾ വേറെ ആൾക്കാരൊന്നും കാണുന്നില്ല, കുറേ പേര് ഇനിയും വരാനുണ്ടല്ലോ, അവരൊന്നും വന്നിട്ടില്ല. എന്താ പറ്റിയെന്ന് അറിയില്ല. യെസ്, രതിമോൾ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന് തന്നെയാണ് ഉത്തരം. കറക്റ്റ് ആയിട്ട് ഉത്തരം. അച്ഛനൊരുങ്ങാത്ത വീടിന് അജിത്തിന് കൊടുത്ത പോയിന്റ് കുറയ്ക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യും. എനിക്കിത് വേണം, എനിക്കിതിന്റെ ആവശ്യമുണ്ട്. ഇനി ലൈവില് വരാൻ പറഞ്ഞ ഞാനും സമരം ചെയ്യും. ഓക്കെ, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു. യെസ്, സദാനന്ദ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നതാണ് കറക്റ്റ് ആൻസർ. അന്യായം, അജിത്ത് കൂടോത്രം ചെയ്യും. എനിക്ക് വയ്യ. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇപ്പൊ ഇതിനേതായാലും അജിത്തിന് 5 പോയിന്റും ദീപിക അജിത്ത് 3 പോയിന്റ്, സിൽവി മൈക്കിൾ 1 പോയിന്റ്, ജൂല 1 പോയിന്റ്, മഞ്ജു വിഷ്ണു 1 പോയിന്റ്. ജയശ്രീ ജോൺ, പ്ലീസ് ഗീവ് പോയിന്റ്സ് ടു മഞ്ജു.
പക്ഷേ ജയശ്രീ ജോണിനുമായിട്ട് ഇതിന് ബന്ധമില്ല മിസ്റ്റർ അജിത് വള്ളോളി. ഇത് പോയിന്റ് തീരുമാനിക്കുന്നത് സുനന്ദ മഹേഷ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ഞാൻ നോക്കട്ടെ ഏതാ നമ്മൾ പറയേണ്ടത് എന്ന്. ഇത് ഈസിയാണ് കേട്ടോ, ഇത് എല്ലാവർക്കും പറയാൻ പറ്റും. മഞ്ജുവിന് പോയിന്റ് തരുന്നുണ്ട്. ഞാൻ കാണാത്തോണ്ടാട്ടോ, അങ്ങനെ പക്ഷഭേദം കാണിച്ചതല്ല. നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ. മഞ്ജുവിന് ഞാൻ പോയിന്റ് തരുന്നുണ്ട്. ഭയങ്കര ബുദ്ധിയാ, അത് സത്യമാണ്. പാലക്കാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിയാ, അതൊക്കെ കറക്റ്റാണ്. മഞ്ജു വിഷ്ണു ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്, കയ്യും തലയും പുറത്തിടരുത് എന്ന്. ബാക്കിയുള്ള ഉത്തരങ്ങളോട് ഞാൻ കാണട്ടെ. അജിത്ത് പറഞ്ഞിരിക്കുന്നു കയ്യും തലയും പുറത്തിടരുത്. കൊള്ളാമല്ലേ, എന്റെ ആക്ഷൻ കൊള്ളാം. ഇനി പല സിനിമയിൽ എടുക്കുമെന്നോ അറിയില്ല, നോക്കാം. നോക്കത്ത ദൂരത്ത് കണ്ണു നട്ടെ എന്ന് വൈശാഖ് പറഞ്ഞിരിക്കുന്നു. വൈശാഖ് കമോൺ കമോൺ, സ്പിരിറ്റ് കഴിക്കാനല്ല. ഓക്കെ, ഉത്തരങ്ങൾ ശരിക്കും വരട്ടെ. ഇതുപോലെ ഉഷാറായിട്ട് പറയട്ടെ ഉത്തരങ്ങൾ. ഇത്തിരി കൂടുതലാ, എന്ത് ബുദ്ധിയല്ലേ. സഹിച്ചോ, കുഴപ്പമില്ല. അപ്പോ ഞാൻ മഞ്ജു വിഷ്ണു, അജിത്ത്, അങ്ങനെ ഒരു സിനിമ ഉണ്ടോ? യെസ് ഉണ്ട് മോളെ. രമ്യ ഭാരതി അങ്ങനെ ഉണ്ട് കേട്ടോ. കൈയും തലയും പുറത്തിടരുത് എന്നൊരു സിനിമ ഉണ്ട്, ഉറപ്പാണ്. അപ്പൊ ഇത് ഈ പോയിന്റിന്റെ പോയിന്റ് മഞ്ജു വിഷ്ണുവിനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ മഞ്ജു വിഷ്ണു കോമ്പറ്റീഷനിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. 2 പോയിന്റ് ആയിട്ട് അജിത്ത്, ദീപിക അജിത്ത്, ദെൻ മഞ്ജു വിഷ്ണു. എന്റെ ചേച്ചി എവിടെ നിന്ന് കിട്ടുന്നു ഈ ആക്ഷൻ? അറിയില്ല മോളെ, ജീവിക്കണ്ടേ? ആക്ഷൻ ഇല്ലാണ്ട് എങ്ങനെ ഞാൻ ജീവിക്കും? അടുത്തത് ഒറ്റ വേർഡ്. ഓക്കെ, സിംഗിൾ വേർഡ്. ഇപ്പൊ സിനിമയുടെ ആക്ഷനാണ്. എല്ലാവർക്കും ഉത്തരം പറയാൻ സമയം കൊടുത്തിട്ട് ശരി ഉത്തരം പറഞ്ഞാൽ മതി. അപ്പൊ പോയിന്റ് കിട്ടില്ല. കൈയും തലയും പുറത്തെടുത്തത് കഴിഞ്ഞു. ജയശ്രീ ജോൺ ആദ്യമായി കേൾക്കുകയാ. ഓക്കെ. രമ്യ അങ്ങനെ ആദ്യമായിട്ട് കേൾക്കണം. ആരാ ഹീറോ ഒന്നും അറിയില്ല, പക്ഷെ ഉണ്ട്, അങ്ങനെ സിനിമ ഉണ്ട് കേട്ടോ. അജിത് വള്ളോളി ഒരു ഉത്തരവുമായി വന്നിരിക്കുന്നു. ബാക്കിയുള്ളവർ ഉത്തരം പറയൂ. വരട്ടെ. പഴയതാ, പഴയ സിനിമയാ. ഇപ്പൊ ഈ പോയിന്റിനെ പറ്റി പറ രമ്യ, ഇതിന്റെ ഉത്തരം പറ. പോയിന്റ് കിട്ടുന്നുണ്ടോ ഇല്ലയെന്നുള്ളതല്ല, നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്നാണ്. ജൂല ദശരഥൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അജിത് ദശരഥൻ എന്ന് ഓൾറെഡി പറഞ്ഞു. രതിമോൾ ദശരഥൻ എന്ന് പറഞ്ഞു. എനിക്ക് മാറി പ്രൈസ് സമ്മാനങ്ങൾ കൊടുക്കാനുണ്ട്. ആരാണ് കൂടുതൽ ചെയ്തത്? എനിക്ക് കസ്റ്റമർ ദീപിക, പ്ലീസ് ആ കസ്റ്റമറോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയൂ, 5 മിനിറ്റ് പ്ലീസ്. അയാളോട് വന്ന് കളിക്കാൻ പറയൂ. ഇല്ലെങ്കിൽ ആക്ച്വലി ഞാനത് പറയണമെന്ന് വിചാരിച്ചു കേട്ടോ. കാലത്ത് തന്നെ നമ്മൾ ഇപ്പൊ സമ്മർ വെക്കേഷൻസ് ഒക്കെ അല്ലേ, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കണ്ട. നമ്മുടെ മക്കളെയൊക്കെ കൂട്ടിക്കോളൂ. ഭർത്താക്കന്മാരെ ഭാര്യമാരെ നോ കൂട്ടണ്ട. പക്ഷെ മക്കളെ, അമ്മായിമ്മ ഇവരെയൊക്കെ കൂട്ടി, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഒന്നിച്ചിരുന്നിട്ട് നമുക്ക് ഈ കളി, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ ക്വിസ് ടൈംസ് എല്ലാം കുട്ടികൾക്കും എന്റർടൈനിങ് ആക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പൊ ദശരഥം എന്ന ഉത്തരം പറഞ്ഞത് ജൂല. സോറി അജിത്. ഞാൻ നുണ പറഞ്ഞതല്ല, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫോർവേഡ് ചെയ്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അജിത്താണ്. മിമിത എന്താ പറഞ്ഞത്? ആരാണ് കൂടുതൽ? ഇതാണ് ഉർവശി ഷാബു വേറെ. എസ്, കൊല്ലും ഞാൻ. കൊല്ലണ്ട, ഞാൻ തന്നു. മാപ്പ് സഹോ. ഓക്കെ, അടുത്തത് ഞാൻ നോക്കട്ടെ. ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ വേണ്ടത് ഏതാണ് എടുക്കേണ്ടത് എന്ന് നോക്കിയിട്ടാണ്. ഓക്കെ, അടുത്ത സിനിമ പറയാൻ പോവാണ്. യെസ്, ജയശ്രീ അജിത്തിന് കൊടുത്തു ഞാൻ. ഓക്കെ, ഒറ്റ വേർഡ് കേട്ടോ. ഇത് അടിപൊളിയാണ്, നമുക്കൊക്കെ ഇഷ്ടമുള്ള സിനിമ. ഒന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. ആരായാലും എന്താ, കസ്റ്റമർ വന്നല്ലോ. അതെ, അത് കറക്റ്റാണ്. അത് കിട്ടുമല്ലോ അല്ലേ, അതും കറക്റ്റാണ്, ശരിയാണ്. മീശമാധവൻ, വൈശാഖ് പറഞ്ഞിരിക്കുന്നു മീശമാധവൻ. അജിത് പറഞ്ഞിരിക്കുന്നു മീശമാധവൻ. യെസ്, ദീപിക പറഞ്ഞിരിക്കുന്നു അജിത്. വൈശാഖ്, കമോൺ, you got 1 point now. മീശമാധവൻ എന്നുള്ളത് കറക്റ്റാണ്. വൈശാഖ്, ഒരു പോയിന്റ്. ഓക്കെ,
വെരി ഗുഡ്. മഹേഷ് ഹലോ സർ, എവിടെയായിരുന്നു ഇത്ര നേരം? മഹേഷ് മീശ മാധവൻ. മഹേഷ് മീശയ്ക്ക് ഞാൻ മഹേഷ് എന്ന് വായിച്ചു. മഹേഷ് എന്ന് വിളിച്ചിട്ട് എന്താ ചെയ്യാ. മീശ മാധവൻ, ഷീജ ഇബ്രാഹിം ഹായ്. മീശ മാധവൻ കറക്റ്റാണ്. വിമിത പൊയ്ക്കൂടെ? എവിടേക്ക് പോകണം? ജയശ്രീ ഇപ്പോഴാണ് വരുന്നത്. അജിത്തിനെ മലർത്തി അടിക്കൂ. അജിത്തിനെ മലർത്തി അടിക്കണ്ട. അജിത്ത് നന്നായി കളിക്കുന്നുണ്ട്. ഒഴിവ് കിട്ടിയപ്പോൾ വന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചിട്ട് മഹേഷിനെയാണ് അടിക്കേണ്ടത്. ജയശ്രീ എഡിറ്റർ ബുദ്ധി പോരാ. അടുത്തത് ഞാൻ നോക്കട്ടെ ഏതാണ് പറയേണ്ടത്. കഴിയാറായില്ലേ? ഓക്കെ, നോക്കട്ടെ. സിനിമ 2 words. ഇപ്പൊ സിനിമ കേട്ടോ. ഇതിന് പറയൂ, അജിത്തിനെ തോൽപ്പിക്കാൻ ഇവിടെ ആരുമില്ല. യെസ്, അതെ. ആരാണ്? ഡെയിലി ലൈവിൽ വരൂ, കസ്റ്റമർ വരും. കറക്റ്റ്. അത് ഞാൻ വരേണ്ടി വരും എന്തോ ലൈവില്. അപ്പൊ ഞാൻ വരുമ്പോഴേ കസ്റ്റമർ വരുള്ളൂ എന്തോ, അതും നമുക്കറിയില്ല. ദീപിക അജിത്ത് ഒരു ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഇനി ആരൊക്കെയാണ് പറയുന്നതെന്ന് ഞാൻ നോക്കട്ടെ. താലോലമെന്ന് സാഹ്ല പറഞ്ഞിരിക്കുന്നു. ദീപിക അജിത്ത് ആദിത്യ കൺമണി എന്ന് പറഞ്ഞിരിക്കുന്നു. ബിന്ദു രാജേഷ് ആദിത്യ കൺമണി എന്ന് പറഞ്ഞിരിക്കുന്നു. രതിമോൾ ആദിത്യമായ പാട്ടാണ്. പാട്ടല്ല അപ്പ, ഇത് സിനിമയാണ് ഞാൻ പറയുന്നത്. പാട്ടുമായി നമുക്കൊരു ബന്ധവും ഇല്ല. പാട്ട് വരുമ്പോ, പാട്ടിന്റെ ലൈവ് വരുമ്പോ ഞാൻ ഇവിടെ ഇരുന്ന് കൗണ്ടർ അടിക്കും. അതാണ് എന്റെ ഹോബി. എനിക്കറിയാം എനിക്ക് ഉത്തരം കിട്ടില്ല. അപ്പൊ പിന്നെ ഞാനുണ്ട്. പക്ഷെ എന്നോട് മിണ്ടരുന്ന് ഓർഡർ ചെയ്തിരിക്കുക. യെസ്, തൊപ്പിയിട്ടിട്ട് മിണ്ടാതിരിക്കുക അവിടെ. അത്രേ ഉള്ളൂ. നിങ്ങൾക്കൊന്നും അറിയില്ല, ചോദ്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ചൈസിക്കും പവിത്രോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും നക്ഷത്രത്താരായിട്ടല്ല. ഈ പാട്ട് ഈ പേര് എനിക്ക് ഓർമ്മ ഒന്നുമില്ലല്ലോ. നീതു എന്നാൽ ഞാൻ ഇത് ആഡ് ചെയ്തിരുന്നല്ലോ. പോട്ടെ, സാരില്ല. ഇത് കാണിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതിന് പോയിന്റ് കിട്ടിയിരിക്കുന്നത് ദീപികയ്ക്കാണ് കേട്ടോ. ദീപിക അജിത്തിന് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പോയിന്റ് നിലവാര പ്രകാരം അജിത്ത് 6 പോയിന്റ്, ദീപിക 4 പോയിന്റ്, സിൽവി 1 പോയിന്റ്, ജൂല 1 പോയിന്റ്, മഞ്ജു വിഷ്ണു 2 പോയിന്റ്, വൈശാഖ് 1 പോയിന്റ്. അങ്ങനെയാണ്. അപ്പൊ അജിത്ത് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കോമ്പറ്റീഷൻ കുറച്ചും കൂടി ടഫ് ആക്കണം. ഓക്കെ, അടുത്തത് കഴിയാറായിട്ടോ, ഇനി അധികം ഇല്ല. 2 words. ഓക്കെ, അതെ. ഞാന് അല്ല, നമ്മുടെ കാണികൾക്ക് നമ്മളൊരു ഉഷാറ് കൊടുക്കണ്ടേ, ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ. അവർക്ക് ആ സംശയം ഉണ്ടെങ്കിൽ അവരത് മാറ്റണ്ടേ. ഇതിപ്പോ സിനിമയെ പറ്റിയിട്ടാണ്. അജിത്ത് വല്ലോളി ഒരു ഉത്തരമായി വന്നിരിക്കുന്നു. ദീപിക ഒരു ഉത്തരവുമായി. ഡയമണ്ട് നെക്ലസ് എന്ന ഉത്തരവുമായി അജിത്ത് വല്ലോളിയും ദീപിക അജിതയും ഭയങ്കര കോമ്പറ്റീഷനിലാണ് കൂട്ടുകാരെ. മഹേഷ് ശിവറാം യെസ് ഡയമണ്ട് നെക്ലസ് ആയിട്ട് വന്നിട്ടുണ്ട്. ജൂല ഡയമണ്ട് നെക്ലസ് എന്ന ഉത്തരവുമായി വന്നിട്ടുണ്ട്. സത്യം അജിത്തെ, ഞാൻ എന്ത് ചെയ്യും? നിനക്ക് തന്നെ പോയിന്റ് തരേണ്ടി വന്നിരിക്കുന്നു. ഐ എം വെരി സാഡ് ദീപിക. കുറച്ച് മുമ്പേ വരണം. എന്താണ്, നെറ്റിന്റെ പ്രശ്നമാണോ എന്താണ് എന്ന് എനിക്കറിയില്ല. അജിത്തിന് ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നു. അജിത്തിന്റെ ആണ് തൂക്കുകയറും. തൂക്കുകയർ ഇടേണ്ടി വരും അടുത്ത് തന്നെ. പേരിൽ അജിത്തുള്ളവരെ അതാണ് സത്യം. അത് നമുക്ക് പരിഗണിക്കാം. ഈ അഭിപ്രായത്തോട് ഞാൻ കൂടെ നിൽക്കുന്നു. കളിക്കട്ടെ. പക്ഷെ എന്നാലും ബിന്ദു എന്തുകൊണ്ട് ഇത്ര മെല്ലെ വരുന്നു? ഉത്തരമായിട്ട് വേഗം ആവട്ടെ, ഉത്തരങ്ങൾ വേഗം വരട്ടെ. അടുത്തത് എങ്ങനെ കാണിക്കും? എളുപ്പമാണ്, പക്ഷെ ഒറ്റ വേർഡ്. ഇത് പറയാൻ ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് ഇല്ല. ബിന്ദു രാജേഷിനോട് എന്താണ് അജിത്ത് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. ഒറ്റ വേർഡ്. നല്ല ഫേമസ് സിനിമയാണ്. ഞാൻ നിങ്ങൾക്ക് ഒന്നും പറയാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഞാനൊരു ക്ലൂ തരും. കല്യാണപ്പല്ല അല്ല, ജലജ. ദീപിക അജിത്ത് ഒരു ഉത്തരവുമായി വന്നിരിക്കുന്നു. ജയശ്രീക്ക് സഹിക്കാൻ പറ്റിയില്ല, പറയണമെന്ന് തോന്നി, അങ്ങോട്ട് പറഞ്ഞു. ഓക്കെ,
ആക്ഷൻ മുൻപ് ഉത്തരം വന്നല്ലോ. അത് ചിലപ്പോൾ നെറ്റ് സ്ലോ ആയിട്ടാട്ടോ ലച്ചു, അല്ലാണ്ടൊന്നുമില്ല. ദീപിക അജിത്ത്, പിന്നെ അത് മറന്നു പോകും. എനിക്ക് എല്ലാവരും ഉത്തരം കാണുമ്പോഴേ ആരാദ്യം പറഞ്ഞൊന്നും ഓർമ്മ വരില്ല, എനിക്ക് മറവി നല്ലോണം വരുന്നുണ്ട്. അപ്പൊ ദീപിക അജിത്ത് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നു. 5 പോയിന്റായിട്ട് ദീപിക മുന്നോട്ട്. മണികിലുക്കം അല്ല, വെറും കിലുക്കാണ് അജിത്തെ. ഓക്കെ, ഇത് വേണം വെച്ച് ചെയ്താന്ന് എനിക്കറിയാം. ഓക്കെ, അടുത്ത ഇത് സിംഗിൾ വേർഡ്. അത്രേ ഉള്ളൂ, ഈസിയാണ്, പെട്ടെന്ന് പറയാൻ പറ്റും. സിംഗിൾ വേർഡ്. ദീപിക അജിത്ത്, ഗുഡ് ജോബ്. ഓക്കെ, എന്താ കൂടെ നിൽക്കുന്നവരെ ഇങ്ങനെ വേണം പ്രോത്സാഹിപ്പിക്കാൻ, മനസ്സിലായോ? കണ്ടുപഠിക്കുന്ന എല്ലാവരും. നിഷിബ ഒരു ഉത്തരവുമായി വന്നിരിക്കുന്നു, മുഖം എന്ന ഉത്തരവുമായി വന്നിരിക്കുന്നു. അജിത് ബലോളി മുഖം എന്ന ഉത്തരവുമായി വന്നിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാണ്? കുറച്ച് പേരെ വരുന്നുള്ളൂ അല്ലേ, ഉത്തരങ്ങളായിട്ട് ഒരുപാട് പേര് വന്നിട്ടില്ല. റംസീന, നമ്മുടെ അജിത്ത്, മറ്റേ അജിത്ത് വന്നിട്ടില്ല. പിന്നെ ആരാ? രമ്യ ഉത്തരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നിഷിബയാണ് കേട്ടോ ഇതിനെ ഫസ്റ്റ് പറഞ്ഞത്, മുഖം. നിഷിബ, കൺഗ്രാറ്റ്സ്. നിഷിബയ്ക്ക് 1 പോയിന്റ്. മുഖം എന്ന ഉത്തരം പറഞ്ഞ നിഷിബയ്ക്ക് 1 പോയിന്റ്. ഓക്കെ, സിൽവി ഒന്നും എന്താ ഉത്തരം പറയാത്ത? അടുത്തത് മുഖർക്കട്ട. ഈ മുഖർക്കട്ട പാത്തിട്ട് കാരണമല്ല, ரொம்ப കഷ്ടന്താപ്പാ ഉണ്ണിയേ. വേറെ വഴിയില്ലടാ ഉണ്ണിയേ, നീ കണ്ടുകൊണ്ടിരിക്കേ, വേറെ വഴി ഒന്നും ഇല്ലാട്ടോ എന്റെ കുട്ടി. കാണ് മുണ്ടിക്കൊണ്ടിരിക്കട്ടാ. അടുത്തത് പറയാം. അടുത്ത സിനിമ 2 വേർഡ്സ്. ഇത് കാണിക്കേണ്ട ആവശ്യമില്ല, 2 വേർഡ്സ് പറയാണ് ബെറ്റർ. ഓക്കെ, എന്റെ വായ സ്ലിപ്പ് ചിലപ്പം വരുന്നുണ്ടാവും അല്ലേ? അതല്ലേ മുഖം. പാലക്കാട്ടുകാരുടെ ഭാഷയായിട്ട് ഇതിനെ എതിർക്കണം. എതിർക്ക് ചേച്ചി. ഞാൻ ആദ്യം വിചാരിച്ച എഴുതാൻ ലേറ്റായി, ഇപ്പൊ എനിക്ക് ഫസ്റ്റ് തരുമോ? അത് വല്ല കാണാം. മഴയെത്തും മുന്നേ. പാലക്കാട്ടുകാരോട് പാർഷ്യാലിറ്റി പറയുന്നു എന്ന് പറയുന്ന എഡിറ്റർ തന്റെ കമന്റ് സെക്ഷൻസ് ഒന്ന് നോക്കി ആരാണ് ഉത്തരം പറഞ്ഞത് എന്ന് പറയൂ. നോക്കൂ, ഞാൻ ഒരിക്കലും പാർഷ്യാലിറ്റി കാണിക്കില്ല, എന്നെ ഇവിടെയുള്ളവർക്കൊക്കെ നല്ല വിശ്വാസമാണ് കേട്ടോ. അപ്പൊ മഴയത്ത് മുന്നേ എന്ന് പറഞ്ഞത് അജിത്താണ്. എനിക്ക് വേറെ ഒരു വഴിയില്ല, ലൈൻ ക്രോസ് ചെയ്തിട്ട് അജിത്ത് പോയിരിക്കുന്നു. 1 2 3 4 5 6 7 8 പോയിന്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ മൈ ഗോഡ്. ദീപിക 5 പോയിന്റ്, സിൽവി 1, ജൂല 1, മഞ്ജു 2, വൈശാഖ് 1 പോയിന്റ്, നിഷിബ 1 പോയിന്റ്. അപ്പൊ മുന്നേ അല്ല മുൻപേ. യെസ്, മുൻപേ. അങ്ങനെ വേണമെങ്കിൽ അതൊന്നൊന്ന് നോക്കാം. കറക്റ്റാണ്, മുന്നേ അല്ല മുൻപേ ആണ്. അത് ആരാണ് കറക്റ്റ് പറഞ്ഞതെന്ന് നോക്കട്ടെ കേട്ടോ. ഇറ്റ്സ് ട്രൂ. മഴയത്ത് പിന്നെ അത് പോയി. മുഖത്തേക്കെത്തി. മണികിലുക്കം. ഓ മൈ ഗോഡ്. ഇതൊന്ന് പറയൂ ജയശ്രീ, ആരാണ് ശരിക്കും മഴയത്തും മുൻപേ എന്ന് പറഞ്ഞത് ആരാണെന്ന് നോക്കൂ. രമ്യ പറഞ്ഞപ്പോൾ ഞാൻ അജിത്ത് ഉത്തരം അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, പക്ഷെ പിന്നെ അത് മറന്നുപോയി. ആ മുന്നേ എന്നുള്ള വേർഡ് ആരാണ് മുൻപേ എന്ന് പറഞ്ഞത് ആരാണെന്നൊന്ന്. ജയശ്രീ ജോൺ മഴയത്തും മുൻപേ പറഞ്ഞിരിക്കുന്നു. മഴയത്തും മുമ്പേ ബിന്ദു പറഞ്ഞിട്ടുണ്ട്. മഴയത്തും മുന്നേ കഴിഞ്ഞിട്ട് 1 സെക്കൻഡ്. മഴയത്തും മുൻപേ എന്ന് വൈശാഖാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ ഇതില്. ഓക്കെ, മഴയത്തും മുന്നേ. സോറി, അജിത്തിന്റെ പോയിന്റ് 1 കുറച്ചിരിക്കുന്നത്, 7 അല്ല, 8 നിന്ന് 7 ആയി. വൈശാഖിന്റെ പോയിന്റ് 1 കൂട്ടി 2 പോയിന്റ്സ്. ഓക്കെ, അപ്പം 12:45. ഇനി ഒരു സിനിമ കൂടെ, 2 സിനിമയുടെ പേര് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ലൈവ് നിർത്താം. ഏതാണ് പറയേണ്ടത്? ഒരു വേർഡ് ആയിരിക്കും. എനിക്ക് മലയാളം എഴുതുന്നുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വേർഡ്, 2 വേർഡ്. ഓക്കെ, 2 വേർഡ്. ഇപ്പൊ സിനിമയുടെ പേര് അതിന് ഇനി ഒരു ക്ലൂ തരാം. ഇത് പേരുമായിട്ട് ബന്ധമില്ല.
ഇത് സിനിമയ്ക്കൊരു ക്ലൂ ആണ്. ശരിക്കുള്ള ആക്ഷൻ അത്രയേ ഉള്ളൂ. നല്ല സിനിമയാണ്, അടിപൊളി സിനിമയാണ്, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഡയറക്ടർ എടുത്ത സിനിമയാണ്, വളരെ നല്ല സിനിമയാണ്. ആരെങ്കിലും ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? മഴയത്ത് മുമ്പെയാണ് ഇപ്പം എൻ്റെ സ്ക്രീനിൽ കാണുന്നത്. എന്തെങ്കിലും പിടി കിട്ടിയാ? എന്തെങ്കിലും കിട്ടിയാ പറയണേ. മഴയത്ത് മുമ്പേ ആണ് ഇന്ന് എനിക്ക് എല്ലാ കമന്റ് സെക്ഷൻസും വായിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, സോറി. കണ്ടോ, ആള് വന്നു. ആ കമന്റ്സ് ഒക്കെയാണ്. ഡയമണ്ട് നെക്ലസ് ഒക്കെയാണ് ഈശ്വര എനിക്കിപ്പോ വരുന്നത്. അകലെ പറന്നു ഇട്ടിട്ടുണ്ട്. അതല്ല, പറന്ന് അജിത്ത് ഇട്ടിട്ടുണ്ട്. ദീപിക, അജിത്ത്, വൈശാഖിന്റെ ഉത്തരമാണ് എനിക്ക് ആദ്യം ഇവിടെ കാണുന്നത്. 3-ാം പക്കം കറക്റ്റ്. ആ ഉത്തരം അതാണ് കറക്റ്റ്. വൈശാഖ്. മഹേഷ് ശിവരാമൻ പിള്ള വരയ്ക്കുന്നു വൈശാഖ്. കറക്റ്റ്. എനിക്കിപ്പോ കാണുന്നത് വൈശാഖാണ്. 3-ാം പക്കം കടലിൽ പോയിട്ട് 3-ാം പക്കം. അതാണ് ഞാൻ കാണിച്ച മഹത്തായ ആക്ഷൻ. അപ്പോ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതോടെ നിർത്തുകയാണ് കേട്ടോ, രക്ഷിക്കുന്നു, പുറത്തു പോകണം. പിന്നെ നമ്മൾ മലയാളം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഷയാണ് തമിഴ്. അപ്പോൾ തമിഴിൽ എന്തെങ്കിലും ഒന്ന് കാണിക്കാതിരുന്നാൽ അത് ഭയങ്കര നന്ദികേടാവും. അപ്പോൾ ഒരു തമിഴ് ലാസ്റ്റ് ഇത് വന്നിട്ട് തമിഴ് സിനിമയാണ്. അതിൻ്റെ ഒരു പാട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആക്ഷനായി തരുന്നത്. ഭയങ്കര ഫേമസ് പാട്ടാണ്. പെട്ടെന്ന് എല്ലാവർക്കും ഉത്തരം പറയാൻ കിട്ടും. ആൻസർ കിട്ടിയ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, ഒന്ന് കമന്റ് സെക്ഷൻ ഞാൻ നോക്കുന്നില്ല. എന്താ വെച്ചാൽ ഒരുപാട് ലേറ്റ് ആവും കമന്റ് സെക്ഷൻ ആയിട്ട്, മറ്റുള്ളവർക്ക് ബോറടിക്കും. എല്ലാവരും വായിക്കുന്നുണ്ടല്ലോ കമന്റ് ഒക്കെ. അപ്പോൾ എല്ലാവരും വന്നതിൽ സന്തോഷം. അപ്പോൾ ലാസ്റ്റ് ഇത് ഞാൻ കാണിക്കുകയാണ്. തമിഴ് സിനിമയാണ്, അതിലൊരു പാട്ടാണ്, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഇതാണ് ആക്ഷൻ. നോക്കട്ടെ, പാട്ടിന്റെ പേര് നോക്കട്ടെ, ആരാണ് പറയാന്ന്. മഹി ഹരിപ്പ. ഹായ് മഹി. സഹലയാണ് ആദ്യം പറഞ്ഞത്. ആരാണ് സഹല പറഞ്ഞത്? സഹലാണ്. ഓക്കെ സഹലയാണ്. ജയശ്രീ പറയുന്നത്. ഓക്കെ സഹല. ഓക്കെ, സഹലയ്ക്ക് ഞാൻ മാർക്ക് കൊടുക്കുന്നു. സഹലയാണ് പറഞ്ഞത്. 2 പേര് പറഞ്ഞു. അതുകൊണ്ട് അമ്പയർ മാത്രമല്ല മഹി ഹരിപ്പാടും അത് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മാർക്ക് കൊടുക്കുന്നു. രമ്യ ഭാരതി. ഉത്തരങ്ങൾ കാണുന്നുണ്ട്. അതിനിവിടെ കടലിലോ എന്നൊക്കെയാണ്. ഓക്കെ, ഞാനത് കൊടുത്തു, സകലയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. 3 മാസങ്ങൾക്ക് മുൻപ് അല്ല, 3-ാം പക്കം തന്നെയാണ്. രമ്യയുടെ ഉത്തരം ഞാൻ ഇവിടെ കണ്ടു. അപ്പോഴേക്കും പിന്നെയും അത് പോയി. വേറെ ആരെങ്കിലും ഉത്തരം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. രമ്യ പറഞ്ഞ ഉത്തരമാണ് കറക്റ്റ്. അതിന് മുൻപ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നീട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ രമ്യയുടെ ഉത്തരം വായിച്ചിരുന്നു. സുന്ദരൻ നീയും, അത് ഫുൾ ഉണ്ടോ എന്നും എനിക്കറിയില്ല. ബട്ട് ഓക്കെ, സുന്ദരൻ നീയും എന്ന് പറഞ്ഞാലും മതി. സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ആ പാട്ട് തന്നെയാണ് ഞാൻ കാണിച്ചത്. അപ്പൊ രമ്യക്ക് ഞാൻ അതിൻ്റെ ഉള്ള പോയിന്റ് കൊടുക്കുന്നു. ഒന്നുകൂടി കാണിക്കാമോ? ഏതാണെന്ന് അറിയില്ല. ദീപിക, സോറി, എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്നാലേ ഇതിന്റെ പ്രശ്നം മനസ്സിലാവുള്ളൂ. നമ്മളൊന്ന് നോക്കി വരുമ്പോഴേക്കും കമന്റ്സ് ഒക്കെ എവിടെയോ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? 2 വെക്കണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അതൊക്കെ ബുദ്ധിമുട്ട്, അതും ഇതുമൊക്കെ നോക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണിൽ തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഉണ്ടായത്. ഇനി ഇതിന്റെ ഉത്തരം ഞാൻ രമ്യയിൽ കണ്ടു. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടി ഞാനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ആരെയും കാണില്ല. ദീപിക അജിത്ത് സുന്ദരി നീയും പറഞ്ഞിട്ടുണ്ട്. സുന്ദരി നീയും സുന്ദരൻ ഞാനും എന്ന് രമ്യ പറഞ്ഞിട്ടുണ്ട്. ദീപിക പിന്നെ അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴേക്കും പോകണം. അതിന് എന്താ ചെയ്യേണ്ടത്? ആ രമ്യക്ക് വലുതും കൊടുക്കൂ. രമ്യക്കാണ് കൊടുക്കുന്നത് ഇതിന്റെ പോയിന്റ്. സുക്കൂരണ്ണൻ ചതിച്ചു തമിഴ് സോങ് എന്ന് പറഞ്ഞപ്പോഴേക്കും ആൻസർ വരാൻ തുടങ്ങി. ഞാൻ പോണു. ഇല്ല, കഴിഞ്ഞു. ജ്യോതി കൃഷ്ണ ഒരു ചോദ്യം. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പൊ രമ്യക്കും ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ കഴിഞ്ഞു. അജിത്ത് 7 പോയിന്റ്സ്, ദീപിക 5 പോയിന്റ്സ്, പിന്നെ
മഞ്ജു വിഷ്ണു ആൻഡ് വൈശാഖ് 2 points, സിൽവി 1 point, നിഷിബ 1 point, സകല 1 point, രമ്യ 1 point. ഒരുപാട് സന്തോഷം. ഇത്ര പേരും പങ്കെടുത്തതിലും ഇത്രയും പേർക്കും പോയിന്റ്സ് കൊടുക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. എന്നും പറയുന്ന മാതിരി കുറ്റങ്ങളിൽ ഒരുപാട് എഴുതുക. എഴുതിയതൊക്കെ ആരെ എഴുതിയിട്ടാലും അതൊക്കെ വായിക്കാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് എഴുതുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് നമ്മളുടെ വേദിയാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, പുതിയ പുതിയ ആൾക്കാരെ കാണാനാണ് എല്ലാ കാണികൾക്കും എപ്പോഴും ഇഷ്ടം. ജയശ്രീയുടെയും പവിത്രയുടെയും മുഖം കണ്ട് അടുത്തിട്ടാണ് ഞാൻ വന്നത്. സത്യത്തിൽ നിങ്ങൾ എത്ര ദിവസം അവരെ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനും സിൽവിയൊക്കെ ഇങ്ങനത്തെ ഒരു തയ്യാറെടുപ്പ് നടത്തിയത്. മെല്ലെ പറഞ്ഞ് അവർ കേൾക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ ലൈവിന് വരിക. ആർക്കെങ്കിലും ഇതുപോലെ ലൈവിന് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജയശ്രീയോ പവിത്രയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടക്ഷരങ്ങളിലുള്ള കൂട്ടുകാരോട് ആരോട് പറഞ്ഞാലും അല്ലെങ്കിൽ എന്നോടോ ആരോട് പറഞ്ഞാലും നിങ്ങൾക്ക് ലൈവ് നല്ലൊരു ടോപ്പിക്കുമായി വന്നാൽ ലൈവ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഈ അവസരം തന്ന എല്ലാവർക്കും നന്ദി. ആൻഡ് എന്നോട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ബൈ.